കയർഫെഡിന്റെ ഓണം മെഗാ കാർണിവൽ നായരമ്പലത്ത് ആരംഭിച്ചു. KN ഉണ്ണികൃഷ്ണൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കയർഫെഡ് എക്സിക്യൂട്ടീവ് NR ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീതു വിനോദ് ആദ്യ വിൽപ്പന നടത്തി. സഹകരണ ബാങ്ക് പ്രസിഡന്റ് KB ജോഷി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. കയർഫെഡ് ഭരണസമിതി അംഗം KN സതീശൻ സ്വാഗതവും മാനേജർ രശ്മി രാജൻ നന്ദിയും പറഞ്ഞു. കേരളത്തിൽ ഓണം കൂടി വന്നെത്തി. എല്ലാ ഓണത്തിനേക്കാളും വ്യത്യസ്തമായി ഓണാഘോഷത്തിന് അല്പം മങ്ങലേറ്റ ഒരു ഓണമാണ് നമുക്ക് വന്നെത്തിച്ചിട്ടുള്ളത്. എങ്കിലും ആ ഓണത്തോടനുബന്ധിച്ച് ഇതുപോലുള്ള സ്റ്റാളുകൾ കേരളവട്ടത്തും സഹകരണ സംഘങ്ങളിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും മുഖേനയും എല്ലാം തന്നെ ഓണച്ചന്തകളും മറ്റും ആരംഭിക്കുകയാണ്. അതിനോടനുബന്ധിച്ചാണ് കയർഫെഡ് കയർത്തൊഴിലാളിക്ക് ഒരു കൈത്താങ്ങ്, വീട്ടിലൊരു കയറുൽപ്പന്നം എന്ന പദ്ധതിയുടെ ഭാഗമായി എല്ലാ മേഖലയിലും കയറുൽപ്പന്നങ്ങൾ എത്തിച്ചേരുന്നതിൻ്റെ പ്രചരണ ഭാഗമായിട്ടാണ് ഇവിടെയും ഈ സ്റ്റാൾ ആരംഭിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ബന്ധപ്പെട്ടവരെ കൊണ്ടും മറ്റുള്ളവരോടൊക്കെ പറഞ്ഞും ഓരോരുത്തരും കയറുൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള നടപടികളുണ്ടാകണം. അതോടൊപ്പം ഈ വ്യവസായത്തെ സഹായിക്കലൂടിയാണ്. നമുക്കെല്ലാവർക്കും ഓണം അല്പം മംഗളൂർ ആണെങ്കിൽ തന്നെ ആചരിക്കാം. ഇതിൽ പങ്കാളികളായ എല്ലാവർക്കും സ്വാഗതം പറയുക എന്നാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ബാബുരാജ് അവരുടെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്ക് ഏവർക്കും പ്രിയങ്കരനായ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ ആണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. KN ഉണ്ണികൃഷ്ണൻ അവരുടെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി കയർഫെഡിന് വേണ്ടി ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. നായരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീതു വിനോദ്, ഈ സഹകരണ പ്രസിഡന്റ് വിജു, ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിട്ടുള്ള ഇഷ്ടാർത്ഥികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കേരളത്തിലെ ഒരു നല്ല സഹകരണ പ്രസ്ഥാനമാണ് കയർഫെഡ്. കേരളത്തിൽ ഒരു കാലത്ത് 4 ലക്ഷത്തോളം കയർഫെഡുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറഞ്ഞ് പ്രവർത്തിക്കുന്ന കയർഫെഡുകളുടെ എണ്ണം 1 ലക്ഷത്തിൽ താഴെയാണ്. അവരുൽപ്പാദിപ്പിക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും അത് വിപണനം ചെയ്യുകയും അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി രൂപഭേദം മാറ്റി വിറ്റഴിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് കൂടുതൽ കയർത്തൊഴിലാളിക്ക് പണി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരവസ്ഥയാണ് ഈ സഹകരണ പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കയർ സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 10,000-കണക്കിന് കയർത്തൊഴിലാളികൾ ഭക്ഷണം കഴിക്കുന്നതും അതിനാവശ്യമായ തൊഴിലെടുക്കുന്നതും ഈ കയർഫെഡ് എങ്ങനെ വളരുന്നു, എങ്ങനെ തളരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ടാണ് കേരളത്തിലെ ബഹുജനങ്ങളുടെ പിന്തുണയോടുകൂടി പരമാവധി വിൽപ്പന നടത്തി ജനങ്ങൾക്കും സഹായകരമായി തൊഴിലാളിക്ക് സഹായകരമായി ഓരോ വിശേഷാവസരങ്ങളെയും ഉപയോഗിക്കണം എന്ന് ഞങ്ങൾ നിശ്ചയിച്ചത് ഈ ക്യാമ്പയിൻ നടത്തുന്നു. കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഈ പദ്ധതി ആകർഷകമായി സംഘടിപ്പിക്കുകയുണ്ടായി. 2000 രൂപയിൽ കൂടുതൽ ഒരു സാധനം വാങ്ങുമ്പോൾ അതേ സാധനങ്ങളുടെ 2000 രൂപയ്ക്ക് മേൽ വാങ്ങുമ്പോൾ ഒരു കൂപ്പൺ കിട്ടും. ആ കൂപ്പൺ ഞങ്ങൾ നറുക്കിടുമ്പോൾ ഇപ്രാവശ്യം കൊടുക്കുന്നത് ഒരു സ്കൂട്ടറാണ്, AC ഉണ്ട്, റെഫ്രിജറേറ്റർ ഉണ്ട്, ഇലക്ട്രിക് ഓവനുണ്ട്, അങ്ങനെ 3-4 സമ്മാനം. കഴിഞ്ഞ തവണ 1 പവനും 2 പവനും കൊടുത്തു. അപ്പം ഇത് വാങ്ങുന്നതിൻ്റെ കൂടെ ഒരു കിഡനായി കിട്ടുന്ന ഒരു സമ്മാനമാണ്. വളരെ സുതാര്യമായി എൻ്റെ നറുക്കെടുപ്പ് നടത്തിക്കൊണ്ട് കൊടുക്കുന്നു. അതിനേക്കാൾ ഉപരിയായി ഈ സാധനങ്ങൾ വാങ്ങുമ്പോൾ കയർഫെഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്.
ഏറ്റവും നല്ല അത്യന്താധുനിക മെഷീനറിയും പലതരത്തിലുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് ഇത് ഞങ്ങൾ മാർക്കറ്റിലേക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിക്കുന്നത്. എന്നതിൻ്റെ ഡയറക്ട് ബോർഡ് മെമ്പറായിട്ടുള്ള ബാബുരാജ് അദ്ദേഹത്തിൻ്റെ ഹ്രസ്വമായ വിശദീകരണത്തിനിടയിൽ നമ്മളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. നമുക്കറിയാം, കേരളത്തിൻ്റെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഒന്നാണ് കയർ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഘട്ടത്തിലും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും കാണുന്നതും കേട്ട് പരിചിതമായ കേരളത്തിലെ മഹത്തായ ഒരു സമരമാണ് പുന്നപ്ര സമരം. ആ സമരത്തിൻ്റെ ഹൃദയമായി അന്ന് പ്രവർത്തിച്ചത് അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിലെ കയർ തൊഴിലാളികളായിരുന്നു. കേരളത്തിൻ്റെ തന്നെ ചരിത്രം മാറ്റിക്കുറിച്ചൊരു സമരമായിരുന്നത് പുന്നപ്ര സമരം. അന്ന് SRCPയുടെ ഭരണം, അതായത് 800ഓളം വരുന്ന നമ്മുടെ നാട്ടിലെ നാട്ടുരാജാക്കന്മാരെല്ലാവരും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ ഭാഗമായി മാറണമോ വേണ്ടയോ എന്നെല്ലാമുള്ള വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു കാലമാണ്. കാരണം ചില ആളുകളെല്ലാം തീരുമാനിച്ചു അവർക്കൊരു സ്വതന്ത്രമായ രാജ്യമായി നിൽക്കണം, ഇന്ത്യൻ യൂണിയനിൽ ചേരണ്ട. അങ്ങനെയാണ് ഇവിടുത്തെ നൈസാം അങ്ങനത്തെ ഒരു ഭരണാധികാരിയായിരുന്നു. ഇവിടെ തിരുവിതാംകൂറിലെ SRCPയും അങ്ങനെയാണ് ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ ഒരു 4-5 പേര് ജമ്മു ആൻഡ് കാശ്മീർ, ഇപ്പോൾ വലിയ വിവാദമൊക്കെ ആയിരുന്ന ജമ്മു ആൻഡ് കാശ്മീറും നമ്മുടെ ഭാഗമായിട്ടൊക്കെ മാറുന്നതിനെല്ലാം ഭരണഘടനയിൽ പ്രത്യേകം അവർക്ക് സംരക്ഷണം കൊടുത്തതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യൻ യൂണിയനോട് കൂടി ചേരണോ വേണ്ടയോ എന്നുള്ള രാഷ്ട്രീയ പ്രശ്നം കൂടി ഉയർത്തിയ ഒന്നാണ് പുന്നപ്ര സമരം. അത് ഇന്നത്തെ പോലുള്ള വലിയ വാർത്താ മാധ്യമങ്ങളോ ഇത്രമാത്രം രാഷ്ട്രീയ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന സംവിധാനങ്ങളോ ഇല്ലാതിരുന്നൊരു കാലത്ത് വളരെ ദേശാഭിമാനപരമായ ഒരാശയത്തെ മുൻനിർത്തി, ഇപ്പോഴും എത്ര പേരാണ് മരിച്ചതെന്ന് ആർക്കും അറിയില്ലല്ലോ. എല്ലാം കൊന്ന ആളുകളൊക്കെ കുളിച്ച് കുളം തോണ്ടി അതിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയല്ലേ ചെയ്യും. അപ്പൊ അത്രയും ത്യാഗം അനുഷ്ഠിച്ച ആളുകളാണ് കയർ തൊഴിലാളികൾ, അല്ലാത്തവരുണ്ട്. അങ്ങനെയാണ് വയലാറിന്റെ ഒക്കെ കഥയൊക്കെ വരുന്നത്, ഇല്ലേ? കയറ് വിരിക്കും തൊഴിലാളിക്ക് കഥയുണ്ട് ഉജ്ജ്വല സമരകഥ എന്നൊക്കെ പറഞ്ഞുള്ള സംഗീതാത്മകമായ വരികളൊക്കെ പിറവിയെടുക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ സംഭവബഹുലമായ ചരിത്രം നമ്മുടെ കയർ തൊഴിലാളി. നമുക്ക് മുന്നേ ഉള്ള ആ കയർ തൊഴിലാളികളും അവരുടെ സമര നേതാക്കന്മാരൊക്കെ പറഞ്ഞത്, ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ ഉപേക്ഷിക്കാം, പക്ഷേ അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ എന്നുള്ള ആ രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രം ഞങ്ങളോട് ഉപേക്ഷിക്കാൻ പറയരുത്. അതൊഴികെ ബാക്കി എല്ലാം ഞങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിലും ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് മുന്നേയുള്ള ആളുകൾ എത്രമാത്രം രാഷ്ട്രീയ പ്രബുദ്ധതയും ഈ നാടിന്റെ ഭാഗമായി മാറാൻ അമ്പലപ്പുഴ, ചേർത്തല താലൂക്കിലെ തിരുവിതാംകൂറിന്റെ ഭരണത്തിന്റെ കീഴിലുള്ള പ്രദേശങ്ങളെ ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ കൂടെ ചേർക്കാനും ഈ അഖണ്ഡ ഭാരതത്തിന്റെ സൃഷ്ടിക്കും ദേശീയ ഐക്യം സംരക്ഷിക്കാനും എല്ലാം എത്രമാത്രം ഉദാത്തമായ ഒരു തീരുമാനമാണെന്നവരെടുത്തതെന്ന് നമ്മൾ ഊഹിക്കണം. ഞാൻ പറഞ്ഞത് അത്രയും ചരിത്രമുള്ള ഒരു മേഖലയാണ് നമ്മുടെ ഈ പരമ്പരാഗത വ്യവസായ മേഖലയായിട്ടുള്ള കയർ മേഖല. നിയമവകുപ്പിന്റെ കൂടി ചുമതലയുള്ള ശ്രീ രാജീവിന്റെ നേതൃത്വത്തിൽ വളരെ ഭാവന സമ്പന്നതയോടുകൂടിയാണ് ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനം പറഞ്ഞല്ലോ, നമ്മുടെ 800ഓളം വരുന്ന ചെറിയ സംഘങ്ങളുടെ അപെക്സ് ബോഡിയാണ് കയർ ഫെഡ്. ഈ സംഘങ്ങൾക്കെല്ലാം അവരുടെ കയർ ഉൽപ്പന്നങ്ങളും കയർ വിഭവങ്ങളും എല്ലാം വാങ്ങിയതിന്റെ ഒക്കെ പേരിൽ കുറെ കാശ് കൊടുക്കാനുണ്ടായിരുന്നു. ഇവര് ഈ കയർ ഫെഡ് കൊടുക്കാനുണ്ടായിരുന്നു. കുറെ കടമൊക്കെ മാറി മാറി വരുന്നതാണ്. എനിക്കോട് കഴിഞ്ഞ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ എല്ലാം കൂടി ഒരു 14 കോടി വരും, അല്ലേ? 14 കോടിയോളം വരുന്ന ബാധ്യത ഈ കയർ ഫെഡിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം കുറച്ച് കൊണ്ടുതന്നെയാണ്. അതെങ്ങനെ കുറച്ച് കൊണ്ടുവന്നത്?
അത് നമ്മുടെ ഇതേപോലുള്ള സ്റ്റാളുകളിൽ ഏറ്റവും മനോഹരമായ കയർ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തി അതിൻ്റെ ലാഭത്തിൽ നിന്നും കടം കൊടുക്കാനുള്ളതെല്ലാം കുടിശ്ശിക വന്നിട്ടുള്ളതെല്ലാം ഗഡുക്കളായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം നല്ല സമർപ്പണ ബുദ്ധിയോടുകൂടി ബാബുരാജും ഇതിന്റെ ചെയർമാനും അതുപോലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ പ്രവർത്തിച്ചു. ബാബുരാജ് സ്വാഗതം ആശംസിച്ച കെ എൻ സതീശൻ, ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ MLA കെ എൻ ഉണ്ണികൃഷ്ണ അവർകൾ, ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോഷി ചേട്ടൻ, മറ്റ് പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും അറിയാം കയർ ഫെഡിനെ കുറിച്ചൊക്കെ. കാരണം കയർ തൊഴിലാളികൾ ഇന്നിപ്പോൾ ഒരു അന്യം നിന്നുകൊണ്ട് നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിനെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംരംഭം ഉള്ളത്. അപ്പോൾ അത് വൈപ്പിങ്കരയിൽ നായരമ്പലത്തിൽ നടത്തുന്നതിന് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നായരമ്പലം പഞ്ചായത്തിൻ്റെ ഫുൾ സപ്പോർട്ട് ഇതിനു വേണ്ടി ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ നമുക്കിപ്പോൾ ഭൂവസ്ത്രത്തിൻ്റെ കാര്യം ഇവിടെ MLA പറഞ്ഞു. നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പദ്ധതി തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കടൽകയറ്റം ഉള്ളതാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മളത് മണൽവാട വെച്ച് അതിൻ്റെ പുറത്ത് ഭൂവസ്ത്രം വിരിക്കുകയാണെങ്കിൽ അത് കുറേ നാൾ, കാരണം നമുക്കിപ്പോൾ അറിയാം ജിയോ ടാഗും ജിയോ ട്യൂബൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കുറേ പദ്ധതികളുണ്ട്, കുറേ ഫണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചായത്തിൻ്റെ പുറത്ത് മണൽവാട വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഭൂവസ്ത്രം വിരിക്കുകയാണെങ്കിൽ അത് കുറച്ച് കാലം കൂടി ലാസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് നമുക്കുള്ള കണക്കൂട്ടൽ. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു പ്രൊജക്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഇതിനുള്ള ഫുൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് മാത്രം. നല്ല രീതിയിൽ വിജയിക്കട്ടെ. ഇപ്പോൾ MLA എനിക്ക് ആദ്യം തന്നെ ഒരു ഭാഗം വെച്ചിട്ടാണ് പ്രോത്സാഹിക്കുന്നത്. എനിക്കറിയില്ല, ഇതൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നന്ദി. അധ്യക്ഷൻ ശ്രീ ബാബുരാജ്, ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട MLA കെ എൻ ഉണ്ണികൃഷ്ണൻ, ആദ്യ വിൽപ്പന നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നീതു വിനോദ്, അതേപോലെ തന്നെ ആശംസ അർപ്പിച്ച ഡയറക്ടർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിൻ്റെ മാനേജറായിട്ടുള്ള രശ്മി മാഡം, ഈ സംരംഭം ഇവിടെ ആരംഭിക്കുന്നത് ശരിയാണ്. നേരത്തെ നമ്മുടെ ബാബുരാജ് ചേട്ടൻ പറഞ്ഞുകൊണ്ട് രശ്മി എന്നെ വന്ന് കണ്ടപ്പോഴാണ് ഇതിൻ്റെ സംരംഭം ആരംഭിക്കാനായിട്ടുള്ള തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഈ വാടകയുടെ പ്രശ്നം പറഞ്ഞപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ 3 കടമുറികളും നിരന്തരം ആൾക്കാർ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം വൈപ്പിൻ മുനമ്പം പാതയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയുള്ള ഈ ഷോറൂം നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം നമ്മുടെ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഒരു ഒപ്റ്റിക്കൽ ഷോപ്പ് സഹകരണ മേഖലയിൽ എനിക്ക് തോന്നുന്നു കൊച്ചി താലൂക്കിൽ ഒരു ആദ്യത്തെ സംരംഭം എന്ന നിലയിലാണ് നമ്മളൊരു ഒപ്റ്റിക്കൽ ഷോപ്പ് തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു. അതിന് JRന്റെ അനുമതിക്കായിട്ട് ഇപ്പോൾ JRന്റെ മേശപ്പുറത്താണ് ഈ ഫയൽ നിൽക്കുന്നത്. അപ്പോൾ അതിനൊരു ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കേണ്ടതുള്ളത് കൊണ്ടാണ് 1 മാസത്തെ താമസം നമുക്ക് ഇവിടെ നേരിട്ടത്. അല്ലെങ്കിൽ ഈ സംരംഭം ഇവിടെ ഞങ്ങളുടെ ഒപ്റ്റിക്കൽ ഷോപ്പിലായിരിക്കും ഉദ്ഘാടനം ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ പലരും 1 മാസത്തേക്ക് 2 മാസത്തേക്ക് എന്ന രീതിയിൽ ഇതിലും കൂടുതൽ വാടകയ്ക്ക് നമ്മളോട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് തരില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇതൊരു സഹകരണ സ്ഥാപനം എന്ന നിലയിൽ ആദ്യം പറഞ്ഞു കയർഫെഡിന്റെ ഒരു സംരംഭമാണെന്ന് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു ഓക്കെ തന്നേക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാമെന്നതിന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഓഫീസിൽ വരികയും മാഡം ഞങ്ങൾ തമ്മിൽ അത് ഒരു 2-3 മിനിറ്റിന്റെ സംസാരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു റേറ്റ് പറഞ്ഞു, അപ്പോൾ അവരൊരു റേറ്റ് പറഞ്ഞു, അങ്ങനെ അവസാനിപ്പിച്ചു. അപ്പോൾ കറണ്ട് കാശും ബാങ്കാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഡയറക്ടർ ബോർഡിൽ ഞാൻ വിവരം പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല, സഹകരണ സംഘ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് നമ്മൾ 1 മാസത്തേക്ക് സഹായം ചെയ്യാം എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം സഹകരണ സംഘത്തിൻ്റെതായിട്ടുള്ള ഒരു കയർഫെഡിന്റെ ഒരു പരിപാടി ഈ ഓണക്കാലത്ത് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ ഗുണഭോക്താവ് എന്ന നിലയിൽ ഞാൻ ഒരു 6 വർഷം മുമ്പ് ആലപ്പുഴയിൽ നിന്നാണോ എറണാകുളത്ത് നിന്നാണോ ഒരു ചവിട്ടി മേടിച്ചിട്ട് 6 വർഷത്തോളം അത് നിന്ന്. അതുകൊണ്ട് 220 രൂപക്കാട്ടിയാണ് ഞാൻ ആ സാധനം മേടിച്ചത്. 6 വർഷത്തോളം ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചാണ്. ആ ക്വാളിറ്റിയിൽ എന്നെ സംബന്ധിച്ച് വളരെയേറെ മികച്ചതാണ് എന്ന നിലയിൽ എനിക്ക് 100% ഉറപ്പുണ്ട്.